രാജു പി നായർ, ഇനിയിപ്പോൾ അൻവറിൻ്റെ കൊടുങ്കാറ്റിനോടൊപ്പം KT ജലീൽ തോണി ഇറക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. വെടിവെച്ച് കൊന്നാൽ പോലും മുഖ്യമന്ത്രിക്കെതിരെയും CPM-നെതിരെയും പറയില്ല എന്ന് KT ജലീൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഈ അൻവർ ഉയർത്തിവിട്ട കൊടുങ്കാറ്റ് CPM-ൻ്റെയോ ഇടതു സഹയാത്രികരുടെയോ കൂടുതൽ പിന്തുണ കിട്ടുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഇനി അൻവർ രൂപീകരിക്കാൻ പോകുന്ന പാർട്ടി ആരുടെ അടിത്തറ വിളക്കുമെന്നാണ് രാജു പി നായർ കണക്കാക്കുന്നത്? മാത്രവുമല്ല, ADGP-യെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റുമെന്ന് CPI-ക്ക് അല്പസമയം മുമ്പ് ഉറപ്പ് നൽകി മുഖ്യമന്ത്രി എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിയുന്നത്. റിപ്പോർട്ട് കിട്ടിയാലുടൻ ആ തീരുമാനമുണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷമുയർത്തുന്ന ഈ വലിയ പ്രതിഷേധം എല്ലാം അസ്ഥാനത്താകുമോ? അൻവറിൻ്റെ കൊടുങ്കാറ്റ് ഇളങ്കാറ്റായി മാറുമോ? അൻവർ കൊടുങ്കാറ്റാണെന്നൊക്കെ പറയുന്നത് അല്പം കടത്തിയുള്ള വായനയായി പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, അൻവർ പറഞ്ഞ വിഷയങ്ങൾ മുഴുവൻ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷെ അൻവർ പറഞ്ഞപ്പോഴാണോ ഈ വിഷയം നമ്മുടെ മുന്നിലുണ്ടായിരുന്നത്? അതിന് ഏകദേശം 1 വർഷം മുമ്പ് മുസ്ലിം ലീഗിന്റെ നേതാവ് PK നവാസ് മലപ്പുറത്ത് പത്രസമ്മേളനം നടത്തി ഈ വിഷയങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരുന്നതല്ലേ? അന്ന് അൻവറിന് എവിടെയായിരുന്നു? ഈ വിഷയങ്ങളൊക്കെ അൻവറിന്റെ ശ്രദ്ധയിൽ വന്നല്ലോ. അഴിമതിക്കെതിരെയും അല്ലെങ്കിൽ പോലീസിനകത്തുള്ള ഈ ക്രിമിനൽ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം അൻവർ എന്തായിരുന്നു 1.5 വർഷം ഫ്രീസറിനകത്ത് വെച്ചിരുന്നത്? അപ്പൊ ഇവര് തട്ടിപ്പ് സംഘങ്ങൾ തമ്മിൽ അങ്ങനെയാണ്. തട്ടിപ്പുകൾ ഒരുമിച്ച് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ തട്ടിപ്പ് ഇടയ്ക്ക് പൊളിയുമ്പോൾ പരസ്പരം ഇപ്പൊ മുംബൈയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചോട്ടാ ഷക്കീലും അത് തന്നെ ചോട്ടാ രാജനും അത് തന്നെ ദാവൂദ് ഇബ്രാഹിമും ഒക്കെ ആയിട്ടുണ്ടായിരുന്ന ഇഷ്യൂ ഒക്കെ നമുക്കറിയാലോ. അത്തരത്തിലാണ് ഗൂഢസംഘങ്ങൾ പ്രവർത്തിക്കുക. ഇവരൊരുമിച്ച് ഇപ്പൊ ഈ അൻവറിന് മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിക്ക് അൻവറിനെയും തമ്മിൽ പറയാൻ കഴിയാവുന്ന കാര്യം വെച്ചാൽ രണ്ടുപേരും ചെയ്തിട്ടുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ രണ്ടുപേരുടെ കയ്യിലുണ്ട്. പിണറായിക്ക് ഈ പറയുന്ന പത്രസമ്മേളനങ്ങളിൽ നിന്ന് ഗ്വാ വിളിക്കാം എന്നല്ലാണ്ട് അൻവറിനെതിരെ കടുത്തൊരു നിയമത്തിലേക്ക് പോകാൻ കഴിയില്ല. കാരണം അൻവറിനെ കൊണ്ട് ചെയ്യിച്ച ഗൂഢനീക്കങ്ങൾ മുഴുവൻ അൻവറിന്റെ കയ്യിലുണ്ട്. ഇനി തിരിച്ചും അതുപോലെ തന്നെയാണ്. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഈ രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടിയിട്ടുള്ള ചില കളികൾക്കപ്പുറം ഇതിനകത്ത് വലിയ ആയുസ്സൊന്നുമില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ നേരത്തെ അരുൺകുമാർ പറഞ്ഞ മാതിരി ചോദ്യകർത്താവിനെ പുറത്താക്കിയെങ്കിലും ചോദ്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അത് 1.5 വർഷമായിട്ട് നിൽക്കുന്ന ചോദ്യമാണ്. ഈ ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. ഈ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഗോവിന്ദൻ മാഷ് എന്നാണല്ലോ പറയുന്നത്. അദ്ദേഹത്തിന്റെ ഏത് സ്കൂളിൽ അധ്യാപകനാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും വലിയ ഒന്നും വേണ്ട. ഞാനും അരുണും എല്ലാം 5ാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ അതിനു മുമ്പ് പോലും പഠിച്ചു തുടങ്ങുന്നതാണ്. ഒരു നുണ പറഞ്ഞാൽ ആ നുണയെ മറക്കാൻ 1000 നുണ പറയേണ്ടി വരും എന്നുള്ളത്. ഗോവിന്ദൻ മാഷ് പറ്റുമെങ്കിൽ ഈ അവസാന കാലത്ത് അല്ലെങ്കിൽ ഈ സായം സന്ധ്യാകാലത്തെങ്കിലും മുഖ്യമന്ത്രിയെ അതൊന്ന് പറഞ്ഞു കൊടുക്കണം. 5ാം ക്ലാസ്സിൽ പഠിച്ച ആ പഴഞ്ചൊല്ലൊന്ന് പറഞ്ഞു കൊടുപ്പിക്കണം. കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ പറഞ്ഞ് സ്വയം കെട്ടുപിണഞ്ഞ അപമാനിതനായി നിൽക്കുകയല്ലേ പിണറായി വിജയൻ? ഒന്ന് ആലോചിച്ച് നോക്കുക അരുൺകുമാറെ, നമ്മുടെയൊക്കെ അവസ്ഥ. ഈ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിനകത്ത് ആരെന്നറിയാത്തവർ, വാർത്താ സമ്മേളനമല്ല, ഒരു ഇന്റർവ്യൂവറും മുഖ്യമന്ത്രിയും മാത്രമുള്ള, വേണമെങ്കിൽ ഒരു പ്രിന്റ് മീഡിയ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള ക്യാമറമാൻ മാത്രം അനുമതി കൊടുക്കുന്ന സ്ഥലത്തേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരുപോലും അറിയാത്ത ആൾ കയറി ചെന്നിരിക്കുകയാണ്. നമുക്കറിയില്ല, അദ്ദേഹത്തിന് പോലും അറിയില്ല എന്നാ പറയുന്നത്. സെൽഫി എടുക്കാൻ വന്ന ഒരു പാവം പയ്യന്റെ അവസ്ഥ എന്തായിരുന്നൊക്കെ അവിടെ നിൽക്കട്ടെ. അതൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഇതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് ഒരു അപരിചിതന് കയറി ചെല്ലാൻ പറ്റുന്ന സാഹചര്യത്തിലേക്ക് പിണറായി വിജയന്റെ രാഷ്ട്രീയം മാറി എന്ന് എനിക്കും അരുൺകുമാറിനും വിശ്വസിക്കാൻ കഴിയുമോ? ഇനി നോക്കൂ, മുഖ്യമന്ത്രി ഈ നിഷേധിച്ച കാര്യമുണ്ടല്ലോ, ഹിന്ദു പത്രത്തിൽ വന്നത് താനല്ല പറഞ്ഞത് എന്ന് പറഞ്ഞ് നിഷേധിച്ച കാര്യം, ആ നിഷേധിച്ച കാര്യം TK ദേവകുമാർ എന്ന് പറയുന്ന CPM-ന്റെ മുൻ MLA അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇല്ലേ? എപ്പോഴാ? മലപ്പുറത്തെ പറഞ്ഞ കണക്കുകൾ മുഴുവൻ പിണറായി വിജയനെതിരെ അവിടെ ഈ സ്വർണ്ണ തട്ടിപ്പുകാരുടെ ഒരു വലിയ ഭീകര രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന് ഏർപ്പെട്ടവർ പിണറായി വിജയനെതിരെ തിരിയുന്നു, ഞങ്ങൾ പിണറായി വിജയനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് ദേവകുമാർ ഇതിനു മുമ്പ് ഫേസ്ബുക്ക് പോസ്റ്റിലിട്ടുണ്ടായിരുന്നു. അതേ വാചകങ്ങളും അല്ലെങ്കിൽ അതേ ആശയവുമാണല്ലോ അദ്ദേഹത്തിന്റെ മകൻ സുബ്രഹ്മണ്യൻ ഈ വാർത്തയിൽ കൊണ്ടുവന്നത്. ഇപ്പൊ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ PR ഒന്നുമില്ല, പക്ഷെ സുബ്രഹ്മണ്യൻ അകത്തു വന്നു, പിന്നെ ഞാൻ അറിയാത്ത ഒരാളും അകത്തു വന്നു. എന്തൊക്കെ പച്ച കള്ളങ്ങളാണ് വിളിച്ചു പറയുന്നത്. സാധാരണ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പോലും കഴിയാത്ത വാദങ്ങളാണെന്നുള്ളത് മുഖ്യമന്ത്രിക്ക് എന്തെങ്കിലും മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കണ്ടേ? പക്ഷെ ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരിയെ വയനാട് വെച്ച് കണ്ടു. ഇപ്പൊ വയനാട് പറയുന്ന വത്സൻ തില്ലങ്കേരി പറയുന്നത് അവിടുത്തെ സേവാഭാരതിയുടെ ആംബുലൻസിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളാണ് പറഞ്ഞത്. അരുൺകുമാറെ, ഞാനൊന്ന് ചോദിക്കട്ടെ,
CPM ആ മീറ്റിംഗ് അറിഞ്ഞിരുന്നു, അത് മുഖ്യമന്ത്രിയെ ആ പാർട്ടിയെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. സേവാഭാരതിയുടെ ആംബുലൻസുകൾ വയനാട് രക്ഷാപ്രവർത്തനത്തിന് കടന്നു ചെല്ലാൻ ADGP അജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിബന്ധം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ വെച്ച് വത്സൻ തില്ലങ്കേരി ADGP അജിത് കുമാറിനെ കണ്ട് അത് പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ BJP അതൊരു വാർത്തയാക്കില്ല എന്ന് അരുൺകുമാറിനോ എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന സാമാന്യ മനുഷ്യർക്ക് വിശ്വസിക്കാൻ കഴിയുമോ? BJP അപ്പം തന്നെ പറയുമല്ലോ. നേതാവിന് ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയെന്നാണ് എക്സിക്യൂട്ടീവിൽ ബിനോയ് വിശ്വം പറഞ്ഞത്. അല്ലെ, എത്രയോ ഉറപ്പ്. അജിത് കുമാറിനെതിരെ ഇപ്പൊ എത്ര ആരോപണങ്ങളുണ്ട്? ആരോപണങ്ങളുണ്ട്. രാജു പി നായർ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയാൻ പോകുന്നത്? ഒരു MLA ആരോപണം ഉന്നയിച്ചാൽ ADGPയെ മാറ്റുമോ? സംവിധാനം ഇവിടെ നിയമവാഴ്ചയില്ലെന്ന് നിങ്ങൾ തന്നെ ചോദിക്കില്ലേ? ഒരു റിപ്പോർട്ട് വന്ന് ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ADGPയെ മാറ്റുന്നതല്ലേ ഭരണപരമായ യുക്തി? ശരി, അരുൺകുമാറെ, ADGP അജിത് കുമാറിനെതിരെ വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ കുറെ അധികം ആരോപണങ്ങൾ അവിടെ നിൽക്കട്ടെ. അതിനെ സംബന്ധിച്ച് അന്വേഷണം വേണം എന്ന് പറയുന്നിടത്ത് നിൽക്കട്ടെ. ഈ പൈസ മേടിച്ചത് ഉൾപ്പെടെയുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഞാനൊന്ന് ചോദിക്കട്ടെ, ADGP അജിത് കുമാർ, ക്രമസമാധാന ചുമതലയുള്ള അജിത് കുമാർ ഈ RSSന്റെ 2 നേതാക്കന്മാരെ കണ്ടു എന്നുള്ളത് 1.5 വർഷം മുമ്പ് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയല്ലോ, ഇല്ലേ? ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഇന്ന് ജയകുമാറിന് നോട്ടീസ് കൊടുത്തു എന്നാ പറയുന്നത്, RSSന്റെ നേതാവിന്. ഞാനൊന്ന് വാദത്തിന് വേണ്ടി ചോദിക്കട്ടെ, RSSന്റെ നേതാവ് എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജയകുമാർ ഈ രാജ്യത്തെ ഒരു സാധാരണ പൗരനാണ്. ആ സാധാരണ പൗരൻ ADGP അജിത് കുമാറിനെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പോലീസിന് ഒരു നോട്ടീസ് കൊടുക്കാൻ അവകാശമുണ്ടോ? കോടതിയിൽ ഏതെങ്കിലും കോടതിയിൽ നിൽക്കുവോ? അവിടെ ചെയ്യേണ്ടത് എന്താ? 1.5 വർഷമായിട്ട് ADGP അജിത് കുമാർ RSSന്റെ 2 നേതാക്കന്മാരെ കണ്ടു എന്ന് പറയുന്നിടത്ത് IPSഉം IASഉം ഉൾപ്പെടെ ഗവൺമെന്റിന്റെ കീ പോസ്റ്റിലിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ചട്ടപ്രകാരം അത്തരത്തിലുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചകൾ പോലും സർക്കാരിന്റെ അനുമതിയോടുകൂടി വേണം എന്ന് നിൽക്കുമ്പോൾ ഈ പറയുന്ന 1.5 വർഷം ഈ റിപ്പോർട്ട് മേടിച്ചു വെച്ച മുഖ്യമന്ത്രി ആദ്യം ചോദിക്കേണ്ടത് ജയകുമാറിനാണോ അല്ലെങ്കിൽ തനിക്ക് അധികാരമുള്ള അജിത് കുമാറിനാണോ? അല്ല, അജിത് കുമാറിനോട് ചോദിച്ചിരുന്നു. DGP ആവശ്യത്തിൽ അന്വേഷണം നടത്തുന്നു, അതിന് റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ നടപടി എന്നാണ് രാജു പി നായർ. നിങ്ങൾ ഈ ധൃതി എന്തിനാണ് കാണിക്കുന്നതെന്നാണ് ചോദിക്കുന്നത് മുഖ്യമന്ത്രി. ഒരു റിപ്പോർട്ടില്ലാതെ ആരോപണം ഉന്നയിച്ചു എന്നതിന്റെ പേരിൽ ആരെയും പുറത്താക്കില്ല എന്നാണ്. ഞാൻ പറയട്ടെ, ഈ അജിത് കുമാർ എന്ന് പറയുന്ന ലോ ആൻഡ് ഓർഡറിന്റെ ചുമതലയുള്ള ADGP RSSന്റെ ഈ 2 നേതാക്കന്മാരെ 10 ദിവസങ്ങളിൽ കണ്ടു എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞത് VD സതീശൻ പറഞ്ഞപ്പോഴല്ലോ. അതിന് പിറ്റേ ദിവസം സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് കൊടുത്തല്ലോ. ഈ സർക്കാരിന്റെ നയം വർഗീയതയ്ക്കും RSSന്റെ രാഷ്ട്രീയത്തിനും എതിരായിട്ടുള്ള നയമാണെങ്കിൽ ഉദ്യോഗസ്ഥരോട് 15 സെക്കൻഡ് അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് എക്സ്പ്ലനേഷൻ ചോദിച്ച് ഫയലിൽ വെക്കണ്ടേ? നിങ്ങൾ എന്തിനു പോയി കണ്ടു? വിശദീകരണം തരണം. എന്തായിരുന്നു നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം? നിങ്ങൾ തമ്മിലുള്ള ഇടപെടൽ എന്തായിരുന്നു? 2 RSSന്റെ നേതാക്കന്മാരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നിപ്പോ പൂരം പുലക്കലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ആദ്യമായി അംഗീകരിച്ചിരിക്കുന്നു. സംഘപരിവാറുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളുണ്ട്. പൂരം അലങ്കോലമാക്കിയത് ആസൂത്രിതമാണെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്.